dear students, welcome back to organizational behavior. ഇന്നത്തെ സെഷൻ 2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയത് മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിനാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക്. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ തന്നെയാണ്, എംപ്ലോയീസിനെ തന്നെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന എംപ്ലോയീസ് ഇല്ലാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷന് നിലനിൽക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷനിലുള്ള മാനേജേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ കുറിച്ച് മനസ്സിലാക്കണം. അവരാണ് ഈ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ റിസോഴ്സാണ്, ഹ്യൂമൻ റിസോഴ്സാണ് അല്ലേ. അപ്പോൾ അവർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അവരാണ് ഈ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും അതിനെ പരിപോഷിക്കുന്നതും ഒക്കെ. അപ്പോൾ അവരാണ് ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും. എന്തൊരു പ്രശ്നം വന്നാൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് അതിനുള്ള നല്ല ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നതെല്ലാം ഈ പറയുന്ന എംപ്ലോയീസാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സ് എപ്പോഴും ഈ പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം വിലമതിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സ് എപ്പോഴും എംപ്ലോയീസിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ അവർക്ക് ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ കോംപ്ലക്സിറ്റി ഗ്രഹിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിലെ ആൾക്കാരെന്ന് പറയുന്നത് അവർ ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഈ ആൾക്കാർ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസാണ്. അപ്പം അവരെ നമ്മളൊരു ഹ്യൂമാനിസ്റ്റിക് മാനേജ്മെൻറ്റിലൂടെയാണ് അവരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും ഈ ഓർഗനൈസേഷൻ സെറ്റിങ്ങിലാണ് അവർ ചിലവഴിക്കുന്നത്, എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള വേജസും ബെനിഫിറ്റ്സും കൂടാതെയുള്ള കുറേ കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ എംപ്ലോയീസ് അവരുടെ ലൈഫിൻ്റെ ഭൂരിഭാഗം സമയം ഈ ഓർഗനൈസേഷൻ സെറ്റിങ്ങിൽ കഴിയുന്നതുകൊണ്ട് അവർക്ക് വേജസും ബെനിഫിറ്റ്സ് കൂടാതെ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള അവകാശം ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അവർക്കുണ്ട്. അതുമാത്രമല്ല ഓർഗനൈസേഷനിൽ പല പുതിയ സ്കിൽസ് പഠിക്കാനും അവർക്ക് അവകാശമുണ്ട്. സോ ഈ രീതിയിൽ നമ്മുടെ മാനേജേഴ്സ് ഓർഗനൈസേഷനിലെ ബിഹേവിയർ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ എംപ്ലോയീസിനെയും അവരുടെ എക്സ്പെക്റ്റേഷനിലുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനും അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. അപ്പം ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാരുടെയും ബിഹേവിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഓരോ എംപ്ലോയീസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ജനറലൈസ് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് നമ്മളുടെ മാനേജേഴ്സ് ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഓർഗനൈസേഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമ്മൾക്ക് ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവരെ കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ ജോലി ചെയ്യിപ്പിക്കാമെന്നൊക്കെ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഫ്ലുവൻസിലൂടെ ഫോം ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ രീതിയിൽ നമ്മൾ ഓർഗനൈസേഷനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് എന്ത് ഫെസിലിറ്റി കൊടുത്താലാണ് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ഫെസിലിറ്റിയിലാണ് അവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നമുക്ക് ഓരോ എംപ്ലോയീസും ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഓർഗനൈസേഷനിലെ ലേണിംഗ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്, പിന്നെ ഓരോ ഈ എംപ്ലോയീസും
അവർ ചെയ്യുന്ന ജോലിയോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസും അവരുടെ പേഴ്സണാലിറ്റി, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി അവർക്കത് ഉചിതമായിട്ടുള്ള രീതിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. പിന്നെ എങ്ങനെയാണ് ജോലി സ്ഥലത്ത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതുമാത്രമല്ല നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിവാർഡ് സിസ്റ്റം ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. സോ അതിന് ഈ പറയുന്ന ഈ എംപ്ലോയീസിന് അതിനോട് എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അത് അവരുടെ അവരുടെ വർക്ക് റിലേറ്റഡ് ബിഹേവിയറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. പിന്നെ എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് എംപ്ലോയീസിൻ്റെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, അതിന് എന്താണ് കോൺട്രിബ്യൂഷൻ, പിന്നെ അതുപോലെ തന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്, അതെന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമുക്ക് ഇപ്പം ഓരോ എംപ്ലോയീസിനും അതോറിറ്റി കൊടുക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് പവർ ഫോം ചെയ്യും. ആ പവർ എങ്ങനെ സെക്യൂർഡ് ആക്കാം, അതെങ്ങനെ പ്രൊഡക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ പറയുന്ന നെഗോസിയേഷൻ ഇഫക്റ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോൺഫ്ലിക്റ്റ്, എംപ്ലോയീസിൻ്റെ ഇടയ്ക്കുള്ള കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്, അതെങ്ങനെ മാനേജ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ ജോബ്, ഓരോ ഓർഗനൈസേഷനിലും അവിടെ ഉചിതമായിട്ടുള്ള ജോബ്സ് ഇഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യുക. പിന്നെ ഈ പറയുന്ന നമ്മളുടെ മാനേജർ നമ്മളുടെ എംപ്ലോയീസായിട്ട് കൂടി ചേർന്ന് എങ്ങനെയാണ് ചേഞ്ചസ് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് ഓർഗനൈസേഷനിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ അറിഞ്ഞാലാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ, അങ്ങനെ ഒരു സബ്ജക്റ്റ് ഫോം ചെയ്യാനുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അതിൽ ആദ്യമായിട്ട് വരുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്. ഇത് നമ്മുടെ FW ടൈലറാണ് ഡെവലപ്പ് ചെയ്തത് 20th സെഞ്ച്വറിയിൽ. ഇദ്ദേഹം ഒരുപാട് തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ്സ് ഉപയോഗിച്ച് സയൻറ്റിഫിക്കലി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ജോബ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെങ്ങനെ ജോബ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ആ രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബ് സ്പെഷ്യലൈസേഷൻ കൊണ്ട് നമുക്ക് മാസ് പ്രൊഡക്ഷൻ സാധ്യമാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. പിന്നെ അദ്ദേഹം ഒരു അസംഷൻ ഫോം ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള എംപ്ലോയീസ് ആയിക്കോട്ടെ അവരെ നമുക്ക് കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് മോണിറ്ററി ടേംസിലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ടൈലർ ഓർഗനൈസേഷനിലെ മാനേജേഴ്സിൻ്റെ അടുത്ത് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് നമ്മുടെ വർക്കേഴ്സിനെ എഫിഷ്യൻ്റ് ആക്കാനായിട്ടുള്ള ഒരു അഡ്വൈസാണ് കൊടുത്തത്. ഇതിന് എംപ്ലോയേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് അണ്ടർ പ്രഷറിൽ വർക്ക് ചെയ്തു, ഒരുപാട് ഹാർഡായിട്ടും ഫാസ്റ്റായിട്ടും വർക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ ഇതിൽ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആസ്പെക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മുടെ എല്ലാ എംപ്ലോയീസും നമ്മുടെ മെഷീൻസിന് റെസ്പോണ്ട് ചെയ്യുന്ന വസ്തുക്കളായിട്ട് മാത്രമാണ് കാണുന്നത്. സോ അങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ചിന് വലിയ കാര്യമായിട്ടുള്ള ഒരു കൺസിഡറേഷനൊന്നും തരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്. ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ഇപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ജസ്റ്റ് വർക്കേഴ്സും ടാസ്കും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അവിടെ നമ്മുടെ ഹ്യൂമൻ നേച്ചറെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ചേഴ്സ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇഫക്റ്റീവ് ആക്കി നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയർ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ കണ്ടത്. ഓക്കെ,
ഇപ്പം ഈ സയൻറ്റിഫിക് തിയറിയൊക്കെ ശരിക്കും ആൾക്കാരെ മോണിറ്ററി ടേംസിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യിക്കണം എന്നുള്ളത് നോക്കുമ്പോൾ നമ്മളുടെ ഈ ക്ലാസിക്കൽ തിയറി ഇപ്പം ഈ ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ നമ്മൾ കുറച്ചുകൂടി നല്ല ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ എങ്ങനെ അവരെ ഇഫക്റ്റീവ് ആക്കാം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മളുടെ മാക്സ് വെബറുടെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അദ്ദേഹമാണ് ഈ ബ്യൂറോക്രാറ്റിക് ഫോം കൊണ്ടുവന്നത്. ബ്യൂറോക്രാറ്റിക് ഫോം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എംപ്ലോയീസിന് അവർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് ഓരോ സ്ഥാനം കൊടുക്കുകയാണ്, അതോറിറ്റി കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഉദ്യോഗ സ്ഥാനം കൊണ്ട് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗ സ്ഥാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കുറേ കൂടി ബെറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളെ നമ്മൾ മാനേജറായി വെച്ച് കഴിഞ്ഞാൽ ആ മാനേജർക്ക് മാനേജർ എന്നുള്ള റോളിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, ഞാൻ മാനേജറാണ് ഈ ഓർഗനൈസേഷൻ്റെ, എനിക്ക് ഇതിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങളോട് കൂടിയിട്ടായിരിക്കും ഒരു ആക്ടിവിറ്റി ചെയ്യുക, അത് കുറേ കൂടി ഇഫക്റ്റീവാണ്. അതാണ് നമ്മളുടെ മാക്സ് വെബർ പറഞ്ഞു വന്നത്. അപ്പോൾ കുറച്ചുകൂടി ലോജിക്കലായിട്ടും റാഷണലായിട്ടും എഫിഷ്യൻ്റായിട്ടും നോക്കുമ്പോൾ ബ്യൂറോക്രസിയാണ് എപ്പോഴും നല്ലതെന്നുള്ള രീതിയിലാണ് എല്ലാ ഓർഗനൈസേഷൻസിനും ഈ മാക്സ് വെബർ അഡ്വൈസ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഹെൻറി ഫയോൾ, FW ടൈലർ, ഇവരൊക്കെ ശരിക്കും നമ്മുടെ മാനേജ്മെൻറ്റ് ബിഹേവിയർ സൈഡാണ് നോക്കിയത്. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എംപ്ലോയീസിന് എന്തൊക്കെ ചെയ്യണം അതാണ് നോക്കിയത്, അല്ലാതെ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്നും ഹ്യൂമൻ ഡയമെൻഷൻസിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബിഹേവിയർ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അവിടെ അത്രയും ഒരു പ്രസക്തി വന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ അതിന് പ്രസക്തി വന്നു. കാരണം ഇവിടെ നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യേണ്ടത് അതാണ് ഇവിടെ മെയിനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഹാവ്തോൺ സ്റ്റഡീസ് അത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാവ്തോൺ സ്റ്റഡീസ് ഇപ്പോൾ നമ്മളുടെ ടൈലറും ഫോയിലൊക്കെ ഒരുപാട് റാഷണലായിട്ടും ലോജിക്കലായിട്ടും നമ്മൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അത്രയും ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന് കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നില്ല. സോ അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഹ്യൂമാനിറ്റി നേച്ചറിലുള്ള ഒരു അപ്രോച്ചായിരുന്നു ഹാവ്തോൺ സ്റ്റഡിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ തുടക്കമായിരുന്നു ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ്. 1924 ചിക്കാഗോയിൽ വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിലാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ എക്സ്പെരിമെൻറ്റ് ഒരു കൂട്ടം പ്രൊഫസേഴ്സ്, നമ്മുടെ മാക്സ് വെബർ മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരു കൂട്ടം പ്രൊഫസേഴ്സാണ് ഏകദേശം 10 വർഷത്തോളം ഈ എക്സ്പെരിമെൻ്റ് അവിടെ കണ്ടക്ട് ചെയ്തു. ഇതിൻ്റെ പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 20 കാലഘട്ടങ്ങളിൽ തന്നെ ഇതുപോലെ വലിയ വലിയ കമ്പനീസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്ലാന്റ്, ആ പ്ലാന്റിൽ തന്നെ ഏകദേശം 10,000-2,000 പേര് അന്ന് ജോലി ചെയ്തിരുന്നു. ആ പ്ലാന്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന നമ്മുടെ ടെലഫോൺ അല്ലേ, നമ്മൾ പണ്ട് ലാൻഡ് ഫോൺ ആണല്ലോ യൂസ് ചെയ്തിരുന്നത്, അത് ഡയൽ ചെയ്യുന്ന ടെലഫോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റിങ്ങിങ് ടോൺ ഉണ്ടാക്കുന്ന ഡിവൈസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതിൽ 10,000-2,000 പേര് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇവർ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിരുന്നത്. ആ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പേര് ഹാവ്തോൺ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ കണ്ടക്ട് ചെയ്ത ഈ എക്സ്പെരിമെൻറ്റിന് ഹാവ്തോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ കാരണം. ഹാവ്തോൺ എന്ന് വെച്ചാൽ ഒരു തരം മുള്ളുള്ള മരമാണ്. നമ്മളുടെ എരുക്ക് അല്ലേ, എരുക്ക് എന്ന് പറയും, എരുക്ക് മരം, അത് മുള്ളുള്ള മരമാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. അപ്പോൾ അതേപോലത്തെ ചിക്കാഗോയിൽ വളരെ സുലഭമായി കാണുന്ന ഒരു മരമാണ് ഹാവ്തോൺ. അപ്പോൾ ആ മരത്തിൻ്റെ പേരാണ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹാവ്തോൺ എക്സ്പെരിമെൻ്റ് വന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റഡീസിനെ നമുക്ക് ഹ്യൂമൻ റിലേഷൻ എന്നുള്ള രീതിയിലും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ സ്റ്റഡിയിലൂടെ പ്രൊഫസേഴ്സ് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർക്കിൻ്റെയും ഇൻഫ്ലുവൻസ് കൂടുതൽ സോഷ്യൽ ഫാക്ടേഴ്സും ബിഹേവിയറൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ വർക്കിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇപ്പോൾ ഈ ഒരു ഹാവ്തോൺ സ്റ്റഡിക്കും ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിന് കുറേ കൂടി ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഇതിന് കൊണ്ടുവരാനായിട്ട് പറ്റി. അപ്പോൾ കുറച്ചുകൂടി ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മളുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിക്കാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്.